ഇപ്പോ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുമ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇവിടെ ബാരിക്കേഡ് കെട്ടിയത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒന്ന് തള്ളിയപ്പോ നിങ്ങൾ ഉള്ളോട്ട് വീണിട്ടുണ്ട്. വരുന്ന വഴിക്ക് ജീപ്പും എടുത്ത് നിങ്ങൾ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും ഷാഫി ഉൾപ്പെടെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തകർക്കാൻ, കൈയൊടിക്കാൻ, കാലൊടിക്കാൻ, മൂക്കടിച്ചു പൊട്ടിക്കാൻ, അവരുടെ വായ തകർക്കാൻ, രക്തമൊഴുക്കാൻ നേതൃത്വം കൊടുത്ത പിണറായിയുടെ പോലീസിനോട് പറയുന്നു, 24 മണിക്കൂറും ഞങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിണറായി വിജയന്റെ പോലീസിലും ഓഫീസിലും കാക്കിയിട്ടവർ തകയില്ല എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. രാപ്പകലില്ലാത്ത സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇവിടെ. ഇതൊരു ചരിത്രമാണ്. ഈ സമരം പിണറായി വിജയനെയും കൊണ്ട് മാത്രമേ പോകൂ എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിക്കുന്നു. എന്താ സാഹചര്യം? നിങ്ങൾ ഈ അക്രമം പോലീസിന് നിർദ്ദേശ, പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പോലീസിന് നിർദ്ദേശമാണ്. ശബരിമലയിലെ കള്ളത്തരങ്ങൾ പുറത്തറിയാതെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം. അല്ലാതെ എന്തിനാണ് നിങ്ങൾ CKG കോളേജിൽ ജയിച്ച കുട്ടികൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്നത്? അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ജയിച്ച കുട്ടികൾക്ക് 45 കൊല്ലം നിങ്ങൾ ജയിച്ച പൊന്നാപുരം കോട്ട CKGയിൽ ഞങ്ങളുടെ KSUവിന്റെ, ഞങ്ങളുടെ MSFന്റെ പ്രവർത്തകർ തകർത്തെങ്കിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കറിയാം. നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയ അക്രമം, ഓഫീസിൽ നടത്തിയ അക്രമം, ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയ അക്രമം, കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനം. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ലേ? ആ മക്കളുടെ കണ്ണുകൾ നിങ്ങൾ അടിച്ചു പൊട്ടിക്കോ? കണ്ണുകൾ അടിച്ചു പൊട്ടിക്കോ? കഴുത്തിലടിക്കോ? തലയിലടിക്കോ? ഷാഫിയെ നിങ്ങൾക്ക് കണ്ടാലറിയാത്ത ആളാണോ? പ്രവീൺ കുമാറിനെ കണ്ടാലറിയാത്ത ആളാണോ? രാജേഷെ കണ്ടാലറിയാത്ത ആളാണോ? UDFന്റെ നേതാക്കന്മാരെ കണ്ടാലറിയാത്ത ആളുകളാണോ? ദൈനംദിനം ബന്ധപ്പെടുന്നവരാണ്. ദൈനംദിനം ബന്ധപ്പെടുന്ന ആളുകളെ നിങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി ആക്രമിക്കുകയാണ്. അതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം ശബരിമലയിലെ കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ, മറ്റാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ഇവിടെ ദ്വിമുഖ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഒന്ന്, ശബരിമലയിലെ കാട്ടുകള്ളന്മാരായ CPMന്റെ ചോറുകളായ കള്ളന്മാരായ നേതാക്കന്മാരെ തുറങ്കിലടച്ച് ശബരിമല ശാസ്താവിനെ സംരക്ഷിക്കാനും വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ട്, പേരാമ്പ്രയടക്കമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ചോര വീണിട്ടുണ്ടെങ്കിൽ ആ ചോരയ്ക്ക് പകരം ചോദിക്കും. അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DYSP സുനില് അടക്കമുള്ള പോലീസുകാർ, ആ പോലീസുകാർക്കെതിരായ നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കാതെ ധിക്കാരും അഹങ്കാരവും പ്രയോഗിച്ച് അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ കമ്മീഷണർ ഓഫീസിനകത്ത് കമ്മീഷണറും ഇരിക്കില്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. സമാധാനപരമായിട്ടുള്ള മാർച്ചിനെ തകർത്ത് സംഘർഷമുണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിട്ട് അക്രമത്തിന് നേതൃത്വം കൊടുത്ത് കേരള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടാനുള്ള പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അച്ചാരം വാങ്ങി UDFന് പ്രിയങ്കരനായ വടകരയുടെ MP, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സഹോദരൻ ശ്രീ ഷാഫി പറമ്പിൽ ഗുരുതരമായ രീതിയിൽ ആക്രമണത്തിന് വിധേയനായി. അദ്ദേഹത്തിന്റെ എല്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് ചോര വരുന്നത് നമ്മൾ കണ്ടു. ആരായി ആക്രമിക്കുന്നത്? തലയ്ക്ക് നിരവധിയായ അടി കിട്ടി. ആരാ അടിക്കുന്നത്? പിണറായി വിജയന്റെ പോലീസാ. ഞങ്ങൾ ഒരു കാര്യം പറയാ, ആ പോലീസുകാരനെയൊക്കെ നമ്പർ അടക്കം നോക്കി വെച്ചിട്ടുണ്ട്. 2026 പിണറായി ഇരിക്കുന്ന കസേരയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇരിക്കും. പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന, ശബരിമല അയ്യനെ കക്കാൻ നേതൃത്വം കൊടുക്കുന്ന, അയ്യന്റെ സ്വർണ്ണ ആടയാഭരണങ്ങളെ കക്കാൻ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനലുകളായ കൊള്ള സംഘം ഈ കേരളം ഭരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ജനാധിപത്യ പോരാട്ടം, വിജയിച്ചതായ UDF പ്രവർത്തകന്മാരെ സംരക്ഷിക്കാനുള്ള പോരാട്ടം,
ആ പോരാട്ടമൊക്കെ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നു മുതൽ രാപ്പകലില്ലാത്ത പ്രക്ഷോഭത്തിന് UDF നേതൃത്വം കൊടുക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് അർദ്ധരാത്രിയിൽ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചിന് വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇത് പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടമാണ്. അവസാനിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുകൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.